അവതാറിന്റെ മൂന്നാം ഭാഗമായ ഫയർ ആൻഡ് ഡാഷ് മൂവി കണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിത് ഐമാക്സിൽ കാണണം എന്നായിരുന്നു ആഗ്രഹം. അൺഫോർച്ചുനേറ്റ്ലി കൊച്ചി ഐമാക്സിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ 1200 രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ്. ഈ 1200 രൂപ കൊടുത്ത് എനിക്കിത് കാണാൻ ഉള്ള ഭ്രാന്തില്ലാത്തതുകൊണ്ട് ഞാൻ വനിതാ വിനീത സ്ക്രീൻ 3യിലാണ് കണ്ടത്. പിന്നെ ഇന്ത്യയിൽ ഇതിന്റെ 2K 3D DCP മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2K 3D DCP എൻ്റെ മോനെ എന്ത് രസമാണ് ഇത്. 2K 3D തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കാരണം ഇതിന് മുമ്പ് വേ ഓഫ് വാട്ടറിന്റെ ഒരു പ്രിന്റ് റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രിന്റിനോടൊക്കെ അടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി എനിക്ക് ഈ സിനിമ 2K 3Dയിൽ കണ്ടപ്പോൾ ഫീൽ ചെയ്തു. അതും ഞാൻ കണ്ടത് വനിതാ വിനീതയിലാണ്, ഐമാക്സിൽ പോലും അല്ല. എന്നിട്ടും അമ്മാതി ക്വാളിറ്റിയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഈ വിഷ്വൽ ട്രീറ്റും അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ കാര്യത്തിന് ജെയിംസ് ക്യാമറൂണിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അപ്പൊ ഇതാണ് എനിക്ക് പടത്തിന് എന്ന് വെച്ചാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിഷ്വൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയുമാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവതാർ 1ഉം അവതാർ 2ഉം കമ്പൈൻ ചെയ്ത് ഒരു സംഗതിയാണ് ഇതിൽ തന്നേക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ തോന്നിയത് വേ ഓഫ് വാട്ടർ ഇല്ലേ, അതൊന്ന് ആ ഒരു സംഭവം പൊടി തട്ടി എടുത്ത ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് പുതുമയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊരു പുതുമയും അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. സ്റ്റോറിയുടെ കാര്യത്തിൽ പല സ്ഥലത്തും എനിക്ക് ഭയങ്കര ഒരു ബോറടി ഫീൽ ചെയ്തു ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഇപ്പം വേ ഓഫ് വാട്ടറിലൊക്കെ ആണെങ്കിൽ ഒരു ക്ലൈമാക്സിൽ അത്യാവശ്യം 1 മണിക്കൂർ ഒരു രസമായിട്ട് നല്ല ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആക്ഷൻ സീക്വൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ആ ഒരു മൂഡിലേക്ക് നമ്മൾ അങ്ങോട്ട് കടന്നിരിക്കുമ്പം വല്ലാണ്ട് അങ്ങോട്ട് ഇമോഷൻ കയറ്റി ആ മൂഡും ഫ്ലോയും കളയണ രീതിയിലാണ് ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ 3 മണിക്കൂർ 18 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും സമയം പോകണ്ടോ എന്ന് നോക്കി. പക്ഷെ പിന്നെ ഈ വിഷ്വൽ ക്വാളിറ്റിയുടെ രസം കൊണ്ട് നമുക്കിങ്ങനെ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കാവുന്നതല്ലാതെ ഈ പടം വളരെ ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫയർ ആൻഡ് ആഷ് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. എനിക്ക് വേണമെങ്കിൽ വിഷ്വൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു സൗണ്ട് ഡിസൈനും ഒക്കെ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടമാണ്. നോർമൽ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഇത്രയും വിഷ്വൽ ക്വാളിറ്റി ഫീൽ ചെയ്തു. അപ്പോൾ ഐമാക്സിൽ വരുമ്പം വളരെ മികച്ച ഒരു ക്വാളിറ്റി തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് ഐമാക്സിൽ തന്നെ കാണണമെങ്കിൽ കാശ് കൊണ്ടിട്ട് ഐമാക്സിൽ പോയി കാണാവുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളും സിനിമ ഉണ്ടായിരുന്ന അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ.